ലിജു തോമസിന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള അൻപോട് കൺമണി ഇതുവരെ കാണാത്ത ഒരു സബ്ജക്റ്റ് സംസാരിക്കുന്ന സിനിമയൊന്നുമല്ല. പക്ഷേ ഇതിന്റെ തീം ഇമോഷണലായി കണക്ട് ആകാനും റിലേറ്റബിൾ ആകാനും സാധ്യതയുള്ള ഒന്നാണ്. കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ദമ്പതികളെ നമ്മളെല്ലാവരും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കണ്ടിട്ടുണ്ടാകും, ഇന്നും കാണുന്നുണ്ടാകും. കുട്ടികൾ ഉണ്ടാകാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ജനറിക് ന്യൂ ഏജ് സോഷ്യൽ ക്രിട്ടീക്കാണ് അനീഷ് കൊടുവള്ളി രചന നിർവഹിച്ചിട്ടുള്ള അൻപോട് കൺമണി. ഉൾഗ്രാമങ്ങളിലെ രസകരമായ കഥാപാത്രങ്ങളും നേരത്തെ പറഞ്ഞ എന്തായാലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് സിനിമ നമ്മളെ വല്ലാതെ മുഷിപ്പിക്കുന്നില്ല. കേന്ദ്ര കഥാപാത്രങ്ങളായ നകുലന്റെയും ശാലിനിയുടെയും വിവാഹം കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. പഴഞ്ചൻ ചിന്താഗതിയുള്ള സ്ഥിരം ഗ്രാമങ്ങളെ പോലെ അവിടെയും കല്യാണം കഴിഞ്ഞതു മുതൽ ഇവരോട് കുട്ടികളൊന്നും ആയില്ലേ എന്ന് ചോദിക്കുന്നവർ കുറെ ഉണ്ടായിരുന്നു. ദിവസങ്ങൾ മുന്നോട്ട് പോകുന്തോറും ആ ചോദ്യം ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് കൂടാൻ തുടങ്ങി. ചോദ്യങ്ങൾ ശാലിനിയെ മാനസികമായി തളർത്തുകയും വീട്ടിനകത്തുള്ള ബന്ധങ്ങളിൽ പോലും അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് കണ്ടുതുടങ്ങുകയും ചെയ്യുന്നു. ഈ ഒരു പ്രതിസന്ധി ഈ ദമ്പതികൾ എങ്ങനെ തരണം ചെയ്തു എന്നതാണ് അൻപോട് കൺമണിയിൽ നമ്മൾ കാണുന്നത്. കേവലം 2 മണിക്കൂർ മാത്രമുള്ള സിനിമ 2 മണിക്കൂറും ഈ ഒരു വിഷയത്തിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. കഥാപരമായി നോക്കിയാൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയ സൂരജ് ടോം സംവിധാനം ചെയ്ത സിനിമയായിട്ടുള്ള വിശേഷത്തിന്റെ ഒരു സ്പിരിച്വൽ സ്പിൻ ഓഫ് ആണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. ആ സിനിമയിൽ അവതരിപ്പിച്ച അതേ കഥാപാത്രത്തെ ജോണി ആന്റണി ഈ സിനിമയിൽ അവതരിപ്പിച്ചിരുന്നെങ്കിൽ ലോകത്തിലെ ആദ്യത്തെ ഫെർട്ടിലിറ്റി സിനിമാറ്റിക് യൂണിവേഴ്സ് ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് സ്വന്തമായേനെ. വിശേഷം എന്ന സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ നേരിട്ട പ്രശ്നങ്ങൾ ഒന്നിലധികം ഉണ്ടായിരുന്നു. ബോഡി ഷേമിംഗ് തൊട്ട് കുട്ടികളെ കൺസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നത് വരെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ആ സിനിമയിൽ പറഞ്ഞപ്പോൾ അൻപോട് കൺമണിക്ക് പ്രശ്നങ്ങളുടെ ഒരു പാക്കേജ് ആവാൻ താല്പര്യമില്ല. പഴഞ്ചൻ ചിന്താഗതിയുള്ള ഒരു ഗ്രാമത്തിൽ തമാശയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ഒരു ഹെൽത്തി സെക്സ് ലൈഫിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കാനാണ് അൾട്ടിമേറ്റ്ലി അൻപോട് കൺമണി ശ്രമിക്കുന്നത്. തമാശയിലൂടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ എഴുതിയിട്ടുള്ള തിരക്കഥയിൽ പല സ്ഥലത്തും വളരെ ഫോഴ്സ്ഫുൾ ആയി കോമഡി സീക്വൻസുകൾ കയറി വരുന്നുണ്ട്. യൂട്യൂബിൽ ഒരു സീൻ ക്ലിപ്പ് പോലെ കാണുമ്പോൾ രസകരമായി തോന്നുന്ന എന്നാൽ സിനിമയ്ക്ക് അത്ര അത്യാവശ്യമല്ലാത്ത തരത്തിലുള്ള സീനുകളാണിവ. കഥ പറച്ചിലെ പല കാര്യങ്ങൾക്കും മെലോഡ്രാമയുടെ അംശം കുറച്ച് കൂടുതലാണ്. അമ്മായിയമ്മ മരുമകളോട് പെരുമാറുന്ന സീനുകളൊക്കെയാണ് അതിനുദാഹരണം. പഴഞ്ചനായ ഇപ്പോഴും സീരിയലുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി ലിജു തോമസും അനീഷ് കൊടുവള്ളിയും ഒരുക്കിയത് കൊണ്ടാണെന്ന് തോന്നുന്നു. സീനുകൾക്കാണെങ്കിലും പാട്ടുകൾക്കാണെങ്കിലും വിഷ്വലുകൾക്കാണെങ്കിലും ഒരു കൺവെൻഷണൽ ഫീലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നകുലൻ എന്ന കഥാപാത്രത്തെ അർജുൻ അശോകൻ സ്വന്തം ശൈലിയിൽ സ്ലാങ് തരക്കേടില്ലാത്ത രീതിയിൽ പിടിച്ച് പെർഫോം ചെയ്തിട്ടുണ്ട്. ഭാര്യ അനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് ഒട്ടും മനസ്സിലാക്കാത്ത രീതിയിലുള്ള നകുലന്റെ ക്യാരക്ടറൈസേഷൻ ചില സ്ഥലത്ത് കുറച്ച് ഓവറായി തോന്നി. ഒരുപക്ഷെ അങ്ങനെയുള്ള ആണുങ്ങൾ ഉണ്ടായിരിക്കാം. അനഘ നാരായണന് പുള്ളിക്കാരിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡയലക്റ്റിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രത്തെ കിട്ടിയതുകൊണ്ടാവണം പെർഫോമൻസ് വളരെ ഓർഗാനിക് ആയിരുന്നു. മാലാ പാർവതിയും അവരെ ഏൽപ്പിച്ച ഇൻസെൻസിറ്റീവും അമിത ഭക്തിയുമുള്ള അമ്മായിയമ്മ കഥാപാത്രത്തെ നല്ല രീതിയിൽ അവതരിപ്പിച്ചു. സിനിമയിൽ പിന്നീട് വന്നിട്ടുള്ള ഒട്ടുമിക്ക അഭിനേതാക്കളെയും കാസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ പ്രാദേശിക ഭാഷാ നർമ്മം നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ചില ഇൻഫ്ലുവൻസർ ക്യാമിയോകൾ സിനിമയുമായി നല്ല രീതിയിൽ ചേർന്നു പോയപ്പോൾ ശ്രീകാന്ത് വെട്ടിയാർ വന്ന സീൻ നല്ല കല്ലുകടിയായിരുന്നു. കുട്ടി ഉണ്ടാവുക എന്ന യാത്രയിലെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ശാലിനിയും നകുലനും അഭിമുഖീകരിക്കുന്ന ഒരു വിഷയം ഈ സിനിമയിലുണ്ട്. ആകപ്പാടെ യുണീക്ക് എന്ന് പറയാവുന്ന ഒരേ ഒരു സംഭവം ഇതാണ്. ഒരുപക്ഷെ പ്രമോഷൻ സമയത്ത് പറഞ്ഞ ട്രൂ സ്റ്റോറി ഇതായിരിക്കാം. നാട്ടിലെ ഓരോ മുക്കിലും മൂലയിലും ഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ വരുന്ന നമ്മുടെ നാട്ടിൽ അൻപോട് കൺമണി പോലെ ഒരു സിനിമയ്ക്ക് തീർച്ചയായും പ്രസക്തിയുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഒരുപാട് സിനിമകളൊന്നും വന്നിട്ടില്ലെങ്കിൽ കൂടി അൻപോട് കൺമണി കണ്ടപ്പോൾ ഒരു ടിപ്പിക്കൽ പടം എന്ന ഫീലാണ് കിട്ടിയത്. സോ ഇനി ആരെങ്കിലും ഇതേ തീമുമായി സിനിമ എടുക്കാൻ വരുമ്പോൾ പ്രസക്തി എന്ന എക്സ്ക്യൂസ് ഉപയോഗിക്കാതെ കുറച്ചുകൂടി എൻഗേജിംഗ് ആയി കഥ പറയാൻ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ഒന്ന് കൺസിഡർ ചെയ്യുക. താങ്ക്